നമസ്കാരം, തുഞ്ചൻ വിഷനിലേക്ക് സ്വാഗതം. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ. തിരൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തങ്ങളുടെ ആവശ്യം ചെയർപേഴ്സൺ മുഖവിലക്കെടുത്തില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് സെക്രട്ടറിയുടെ ചേംബറിലെത്തി വിയോജനക്കുറിപ്പ് നൽകി. തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള മാലിന്യ പ്രശ്നം കൗൺസിൽ ചർച്ച ചെയ്യണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. തുടർന്ന് മുദ്രാവാക്യം വിളികളോടെ കൗൺസിൽ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി. ഇന്ന് കൗൺസിലിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകാനുള്ള കാരണം, അതേപോലെ നടുത്തളത്തിൽ ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്ത് ബസ് സ്റ്റാൻഡിൽ കുമിഞ്ഞു കൂടുന്ന മാലിന്യ പ്രശ്നം തന്നെയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുകൂടി മൂക്ക് പൊത്താതെ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത, നടന്നു പോകാൻ വയ്യാത്ത വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ, ഇഷ്ടംപോലെ ആളുകൾ അതിലൂടെ നടന്നു പോവുകയും ബസ് കാത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മൂക്ക് പൊത്തി ഇരിക്കാതെ, അല്ലെങ്കിൽ തുണി മടക്കി കുത്തി അയക്കാതെ, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ഇതെടുക്കാതെ ആ ബസ് സ്റ്റാൻഡിൽ കൂടെ നടന്നു പോകാൻ കഴിയില്ല. കക്കൂസ് മാലിന്യം കറുപ്പ് കളറിൽ സ്മെല്ലടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ജീവനക്കാരും മറ്റും എല്ലാവരും ഇത് അറിയുന്നതാണ്. പക്ഷേ ആർക്കും നടപടിയില്ല. നവീകരിച്ച കൗൺസിൽ ഹാളിന് ആര്യാടൻ മുഹമ്മദിന്റെയും നഗരസഭാ കവാടത്തിന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയവുമാണ് ഭരണപക്ഷം പരിഗണിച്ചത്. എന്നാൽ തിരൂരിനകത്തെ തിരൂരിന്റെ വികസന നായകന്മാരുടെ നാമധേയത്തിൽ വേണം കൗൺസിൽ ഹാളിനും കവാടത്തിനും പേര് നൽകാനെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നമ്മുടെ നാമധേയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അജണ്ടകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് നഗരസഭാ കൗൺസിൽ ഹാളിന് ശ്രീ ആര്യാടൻ മുഹമ്മദ്, ബഹുമാനിയായ മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ നാമധേയത്തിലാക്കണമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഗേറ്റിന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരും നാമകരണം ചെയ്യപ്പെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് രാഷ്ട്രീയ അജണ്ടയാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളം മുഴുവൻ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്മാരകങ്ങളുണ്ട്. അവർക്ക് കേരളത്തിന്റെ ബഹുമുഖങ്ങളായ സ്ഥലങ്ങളിൽ സ്മാരകങ്ങൾ അനുവദിക്കുന്നുണ്ട്. അവിടേക്ക് പോകട്ടെ. തിരൂരിനകത്ത് തിരൂരിന്റെ വികസനത്തിൽ പങ്കാളികളായിട്ടുള്ള തിരൂരിന്റെ രാഷ്ട്രീയ നായകന്മാർക്കുള്ള സ്മാരകങ്ങളില്ല. PTA പ്രസിഡന്റിനെ കുറ്റപ്പെടുത്താൻ ബോയ്സ് ഹൈസ്കൂളിലെത്തിയ ചെയർപേഴ്സൺ നഗരസഭയിലെ മാലിന്യ പ്രശ്നം പരിഹരിച്ചോ എന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ ചേംബറിലെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ മാലിന്യ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് നടപടി വേണമെന്നും കൗൺസിൽ തീരുമാനത്തിന് വിയോജനക്കുറിപ്പ് നൽകി. TVN ന്യൂസ്, തിരൂർ. വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ.